പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മിടുക്കരായ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസിലെ പ്രകാശവിസ്മയങ്ങൾ എന്ന പാഠഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. പ്രകാശത്തിന്റെ പ്രതിപതനം, അപവർത്തനം, പ്രകീർണനം എന്നീ സ്വഭാവങ്ങളെക്കുറിച്ചും അതുപോലെ ദർപ്പണങ്ങൾ, പ്രിസങ്ങൾ, ലെൻസുകൾ ഇവയെക്കുറിച്ചും നിങ്ങൾ ഈ പാഠത്തിൽ പഠിച്ചല്ലോ. ഇവ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളും ഉപകരണ നിർമ്മാണവും ഇവയുടെ ഉപയോഗവും എല്ലാം പഠിച്ചില്ലേ? ഇനി നമുക്ക് ഇതിലെ ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. 5 ചോദ്യങ്ങളാണ് ഇന്നും നിങ്ങൾക്ക് നൽകുന്നത്. അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്ന വസ്തുക്കളിൽ വിസരിത പ്രതിപതനം നടക്കുന്ന പ്രതലം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ കണ്ണാടി, ഓപ്ഷൻ ബി മിനുസമുള്ള ടൈൽ, ഓപ്ഷൻ സി കാർഡ്ബോർഡ്, ഓപ്ഷൻ ഡി പുതിയ സ്റ്റീൽ പ്ലേറ്റ്. ഫൈൻഡ് ദ സർഫസ് ഓഫ് ദി ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഇൻ ദ ഫോളോയിങ് ഒബ്ജക്ട്സ്. എ മിറർ, ബി സ്മൂത്ത് ടൈൽസ്, സി കാർഡ്ബോർഡ്, ഡി ന്യൂ സ്റ്റീൽ പ്ലേറ്റ്. നിങ്ങളെല്ലാവരും ചോദ്യം കണ്ടില്ലേ? ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്താലോ? നിങ്ങളൊക്കെ കണ്ണാടി ഉപയോഗിച്ച് ചുവരിൽ പ്രകാശം പതിപ്പിക്കാറില്ലേ? അതുപോലെ സ്കൂളുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്ലേറ്റ് ഉപയോഗിച്ച് സ്കൂളിലെ ചുവരിൽ പ്രകാശം പതിപ്പിച്ച് കളിക്കാറുണ്ടല്ലോ അല്ലേ? ഇതുപോലെ വിവിധ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? അതിനായി നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്താലോ? നിങ്ങളുടെ വീട്ടിലുള്ള സ്റ്റീൽ പ്ലേറ്റ്, ടൈല്, അതുപോലെ നിറമുള്ള തുണി, കടലാസ്, ഓട്, കാർഡ്ബോർഡ് തുടങ്ങിയ വസ്തുക്കളിൽ ടോർച്ച് ഉപയോഗിച്ച് പ്രകാശം പതിപ്പിച്ചു നോക്കാം. എന്റെ പേര് ഗൗരി. ഞാൻ തവനൂർ KMGUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എല്ലാവരും പരീക്ഷണം കണ്ടില്ലേ? ഏതൊക്കെ വസ്തുക്കളായിരുന്നു പ്രകാശത്തെ നന്നായി തിരിച്ചയച്ചത്? മിനുസമുള്ള ടൈൽ, സ്റ്റീൽ പ്ലേറ്റ് അല്ലേ? പ്രകാശത്തെ കുറച്ചു മാത്രം തിരിച്ചയച്ച വസ്തുക്കൾ ഏതൊക്കെയായിരുന്നു? നിറമുള്ള തുണി, കടലാസ്. അതുപോലെ പ്രകാശത്തെ തീരെ തിരിച്ചയക്കാത്ത 2 വസ്തുക്കൾ ഉണ്ടായിരുന്നില്ലേ? ഏതൊക്കെയായിരുന്നു അവ? ഓട്, കാർഡ്ബോർഡ് അല്ലേ? ഇവിടെ പ്രകാശത്തെ നന്നായി തിരിച്ചയച്ച വസ്തുക്കളുടെ പ്രതലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? നല്ല മിനുസമുള്ളതായിരുന്നു. സ്റ്റീൽ പ്ലേറ്റും ടൈലും ഒക്കെ അല്ലേ? അപ്പൊ പ്രകാശത്തെ നന്നായി തിരിച്ചയക്കുന്ന വസ്തുക്കളുടെ പ്രതലം നല്ല മിനുസമുള്ളതാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് പ്രകാശത്തിന്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് നോക്കിയാലോ? പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയുന്നു. Reflection of light is the return of light that falls on a surface. പ്രകാശത്തിന്റെ പ്രതിപതനം 2 തരത്തിലുണ്ട്. ക്രമപ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ, വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. അവ എന്താണെന്ന് നോക്കാം. കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. When light falls on a mirror, steel plate, smooth floor, tiles, etc., it is reflected regularly. This is known as regular reflection. ചിത്രം നോക്കൂ. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം. When light falls on rough surfaces, it is reflected irregularly. This is diffuse reflection. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പ്രവേശിക്കാം. എന്തായിരുന്നു ചോദ്യം? താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിൽ ഏതിലാണ് വിസരിത പ്രതിപതനം നടക്കുന്നത് എന്നായിരുന്നല്ലോ. ഓപ്ഷൻ എ കണ്ണാടി, ഓപ്ഷൻ ബി മിനുസമുള്ള ടൈൽ, ഓപ്ഷൻ സി കാർഡ്ബോർഡ്, ഓപ്ഷൻ ഡി പുതിയ സ്റ്റീൽ പ്ലേറ്റ്. ഇതിൽ കണ്ണാടി, ടൈല്, പുതിയ സ്റ്റീൽ പ്ലേറ്റ് എന്നിവയിൽ
എന്ത് പ്രതിപതനമാണ് നടക്കുന്നത്? ക്രമപ്രതിപതനമല്ലേ? അപ്പോൾ കാർഡ്ബോർഡിലോ? കാർഡ്ബോർഡിൽ വിസരിത പ്രതിപതനമാണ് നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ എന്താണ് ഉത്തരം? ഓപ്ഷൻ സി, കാർഡ്ബോർഡ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ ഭാഗം നിങ്ങൾ നന്നായി വായിക്കുകയും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യണേ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ്? ശരിയായി ക്രമപ്പെടുത്തി എഴുതിയ ഫ്ലോ ചാർട്ട് ഏതെന്ന് കണ്ടെത്തുക. ഹൗ ഡു വി സീ ഒബ്ജക്ട്സ്? വിച്ച് ഫ്ലോ ചാർട്ട് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു വ്യൂവിംഗ് ഒബ്ജക്ട്സ്? 4 ഓപ്ഷൻസും നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ, പ്രകാശ സ്രോതസ് അല്ലെങ്കിൽ ലൈറ്റ് സോഴ്സ്, കണ്ണിൽ പതിക്കുന്ന പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് ഫാൾസ് ഓൺ ദ ഐ. വസ്തുവിലെ പ്രകാശത്തിൻ്റെ പ്രതിപതനം, ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓൺ എൻ ഒബ്ജക്റ്റ് എന്നാണ് ഓപ്ഷൻ എ. ഇനി ഓപ്ഷൻ ബി, വസ്തുവിലെ പ്രകാശത്തിൻ്റെ പ്രതിപതനം, പ്രകാശ സ്രോതസ്, കണ്ണിൽ പതിക്കുന്ന പ്രകാശം. ഓപ്ഷൻ സി, കണ്ണിൽ പതിക്കുന്ന പ്രകാശം, വസ്തുവിലെ പ്രകാശത്തിൻ്റെ പ്രതിപതനം, പ്രകാശ സ്രോതസ്. ഓപ്ഷൻ ഡി, പ്രകാശ സ്രോതസ്, വസ്തുവിലെ പ്രകാശത്തിൻ്റെ പ്രതിപതനം, കണ്ണിൽ പതിക്കുന്ന പ്രകാശം. 4 ഓപ്ഷൻസും കണ്ടില്ലേ? ഏതാണ് ശരിയായിട്ടുള്ള ഫ്ലോ ചാർട്ട്? കണ്ടെത്തിയിട്ടുണ്ടാവൂല്ലേ നിങ്ങൾ? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്തറിയണം? ആദ്യം എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് എന്നറിയണം അല്ലേ? നമുക്ക് വസ്തുക്കളെ കാണാൻ എന്തൊക്കെ ആവശ്യമാണ്? അപ്പം നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയണം അല്ലേ? അപ്പോൾ നമുക്ക് വസ്തുക്കളെ കാണണമെങ്കിൽ എന്തൊക്കെ ആവശ്യമാണ്? നമ്മളൊരു ഇരുട്ടുള്ള മുറിയിലിരിക്കുകയാണ്. ഇരുട്ടുള്ള മുറിയിലിരുന്നാൽ നമുക്കവിടെ എന്താ കാണാൻ പറ്റുക? മൊത്തത്തിൽ ഇരുട്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് മൊത്തത്തിൽ ഇരുട്ടാവുന്നത്? എന്തുകൊണ്ടാണ്? അവിടെ എന്തില്ല? പ്രകാശമില്ല, അല്ലെങ്കിൽ വെളിച്ചമില്ല, ലൈറ്റ് ഇല്ല അല്ലേ? അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ലൈറ്റ് വന്നാലാണ് മുറിയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലേ? അപ്പം നമുക്ക് വസ്തുക്കളെ കാണണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം, അല്ലെങ്കിൽ പ്രകാശം വേണം. പിന്നെന്താ വേണ്ടത്? ലൈറ്റും പ്രകാശം, അതായത് ലൈറ്റ് വേണം നമുക്ക്. പിന്നെ നമ്മുടെ കണ്ണുകൾ വേണ്ടേ നമുക്ക് കാണണമെങ്കിൽ? അപ്പം പ്രകാശം വേണം, കണ്ണുകൾ വേണം. ഇനി എങ്ങനെ നമുക്ക് കാണുക? നമുക്ക് നോക്കി നോക്കാം അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കാം ജസ്റ്റ് എങ്ങനെ നമ്മൾ വസ്തുക്കളെ കാണുന്നു. പ്രകാശം വേണമെന്ന് പറഞ്ഞു. പ്രകാശം കിട്ടുന്നത് പ്രകാശ സ്രോതസ്സുകളിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു പ്രകാശ സ്രോതസ് ഉണ്ട് അല്ലേ? നമുക്ക് ഫ്രീ ആയിട്ട് പ്രകാശം തരുന്നത് ആരാണ്? നമ്മുടെ സൂര്യൻ. അപ്പം സൂര്യനിൽ നിന്നുള്ള പ്രകാശം നമുക്ക് പകൽ സമയത്ത് വേണ്ടുവോളം കിട്ടുന്നുണ്ട്. അപ്പോൾ രാത്രി നമുക്ക് എവിടെ നിന്നാണ് ലൈറ്റ് കിട്ടാറ്? രാത്രി നമ്മുടെ വീടുകളിലെ ബൾബുകൾ, ട്യൂബ് ലൈറ്റുകളിൽ നിന്നൊക്കെ കിട്ടും അല്ലേ? അപ്പം ഇങ്ങനെയുള്ള പ്രകാശ സ്രോതസ്സുകൾ, ഇങ്ങനെയുള്ള പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം നമുക്ക് ഏത് വസ്തുവിനെയാണോ കാണേണ്ടത് ആ വസ്തുവിൽ ഈ പ്രകാശം വന്ന് തട്ടും അല്ലേ? ആ വസ്തുവിൽ ഈ പ്രകാശം വന്ന് തട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? തട്ടിക്കഴിഞ്ഞാൽ പ്രതിപതിക്കും, അതായത് റിഫ്ലക്റ്റ് ചെയ്യും. റിഫ്ലക്റ്റ് ചെയ്തിട്ട് എവിടേക്ക് എത്തണം? നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കും. എങ്ങനെയാണ്? പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം വസ്തുവിൽ തട്ടി അവിടെ നിന്ന് അത് പ്രതിപതിച്ച് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് നാം വസ്തുക്കളെ കാണുന്നത്. അപ്പം എങ്ങനെയാണ്? ഹൗ ഡു വി സീ ഒബ്ജെക്ട്സ്? വി സീ an object when the light falling on an object is reflected into our eyes. മനസ്സിലായില്ലേ എങ്ങനെയാണ് കാണുന്നത് എന്ന്? ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 22 3 ചിത്രങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പം നമുക്ക് ആദ്യത്തെ ചിത്രം നോക്കൂ.
എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു കുട്ടി ബുക്ക് വായിക്കുകയാണ് ഇരുന്നിട്ട്. മുകളിൽ ബൾബ് കത്തുന്നുണ്ട് അല്ലേ? ഇവിടെ എങ്ങനെയാണ് ആ കുട്ടി പുസ്തകത്തിലുള്ളത് കാണുന്നത്? അതായത് ബൾബാണ് അവിടെ പ്രകാശ സ്രോതസ്സ്. ബൾബിൽ നിന്നുള്ള പ്രകാശം ഈ കുട്ടിയുടെ പുസ്തകത്തിൽ വന്ന് പതിക്കുന്നു. അവിടുന്ന് അത് പ്രതിപതിച്ച് ഈ കുട്ടിയുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് കുട്ടി പുസ്തകത്തിലുള്ളത് കാണുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം. നോക്കൂ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? പകൽ സമയം റോഡ് മുറിച്ചു കടക്കുന്ന കുട്ടിയെ ഡ്രൈവർ കാണുന്നത് എപ്രകാരമാണ്? പകൽ സമയമാണ് കേട്ടോ. അപ്പോൾ പകൽ സമയത്ത് ആരാണ് നമ്മുടെ പ്രകാശ സ്രോതസ്സ്? ഒരു സംശയവുമില്ല അല്ലേ? ആരാണ്? സൂര്യൻ അല്ലേ? അപ്പോൾ പകൽ സമയത്ത് സൂര്യൻ്റെ ഈ പ്രകാശം ഈ കുട്ടിയുടെ മേൽ പതിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? പതിച്ചു കഴിഞ്ഞാൽ അത് പ്രതിപതിക്കുന്നു. റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഡ്രൈവറുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് ഡ്രൈവർ കുട്ടിയെ കാണുന്നത്. അപ്പം ഈ രാത്രി സമയത്താണെങ്കിലോ ഈ ഡ്രൈവർ എങ്ങനെയാണ് കുട്ടിയെ കാണുക? രാത്രി സമയത്ത് ലൈറ്റ്, ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഉണ്ടാവും അല്ലേ? ആ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള പ്രകാശം ഈ കുട്ടിയുടെ മേൽ പതിക്കുന്നു. അവിടെ നിന്ന് അത് പ്രതിപതിച്ച് ഡ്രൈവറുടെ കണ്ണിലേക്ക് എത്തുമ്പോൾ ഡ്രൈവർ കുട്ടിയെ കാണുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രം നോക്കാം. നോക്കൂ. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു കുട്ടി ടോർച്ച് തെളിച്ച് നായയുടെ മേലേക്ക് ടോർച്ച് തെളിക്കുമ്പോൾ നായയെ കാണുന്നു അല്ലേ? എങ്ങനെയാണെന്നുള്ളതാണ്. എങ്ങനെയാണ്? പ്രകാശ സ്രോതസ് ഏതാണ് അവിടെ? ടോർച്ചാണ്. അപ്പോൾ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം നായയുടെ മേൽ പതിക്കുന്നു. അവിടുന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത കുട്ടിയുടെ കണ്ണിലേക്ക് എത്തുമ്പോഴാണ് കുട്ടി നായയെ കാണുന്നത്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നമ്മുടെ ചോദ്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഏതാണ് നമ്മുടെ ചോദ്യം? നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ശരിയായി ക്രമപ്പെടുത്തി എഴുതിയ ഫ്ലോ ചാർട്ട് ഏതെന്ന് കണ്ടെത്തുക. ഹൗ ഡു വി സീ ഒബ്ജെക്ട്സ്? വിച്ച് ഫ്ലോ ചാർട്ട് ഈസ് കറക്റ്റ്ലി റിലേറ്റഡ് ടു വ്യൂവിങ് ഒബ്ജെക്ട്സ്? ഇപ്പം നിങ്ങൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും അല്ലേ? ഉത്തരം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് പറയാൻ പറ്റും. എങ്ങനെയാണ് കാണണമെങ്കിൽ ആദ്യം എന്ത് വേണം? ലൈറ്റ് സോഴ്സ് വേണം. അപ്പോൾ ആദ്യം ഏതാണ് വരിക? ലൈറ്റ് സോഴ്സ്. പിന്നെ എന്ത് വേണം? ഏത് വസ്തുവിലാണോ നമുക്ക് കാണേണ്ടത് ആ വസ്തുവിൽ പ്രകാശം തട്ടി പ്രതിപതിക്കണം. അപ്പോൾ വസ്തുവിൽ തട്ടി അല്ലെങ്കിൽ വസ്തുവിൽ പ്രകാശത്തിൻ്റെ പ്രതിപതനം, പ്രകാശ സ്രോതസ്സായി വസ്തുവിലെ പ്രകാശത്തിൻ്റെ പ്രതിപതനായി അവിടുന്ന് കഴിഞ്ഞാൽ എവിടേക്ക് പോകും? കണ്ണിൽ പതിക്കുന്ന പ്രകാശം. അപ്പം ഏതാണ് ശരി? ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ പേര് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളത്? ഇനി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് പറയാനും എഴുതാനും ഒക്കെ കഴിയണം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്തായിരുന്നു മൂന്നാമത്തെ ചോദ്യം? പതനകോണും പ്രതിപതന കോണും തുല്യമാണെന്ന് തെളിയിക്കാനുള്ള പരീക്ഷണത്തിൽ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഒരു തുള്ളി പാലോ ഡെറ്റോളോ സോപ്പ് പൊടിയോ ചേർക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത് ആയിരുന്നില്ലേ ചോദ്യം? അതിലെ ഓപ്ഷനിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്താണ് പതനകോൺ? എന്താണ് പ്രതിപതന കോൺ? എന്താണ് പതനരശ്മി? ഇതിന് മുന്നത്തെ ചോദ്യത്തിൽ, രണ്ടാമത്തെ ചോദ്യത്തില് ടീച്ചർ നിങ്ങളോട് എന്ത് കാര്യം പറഞ്ഞു? കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മുടെ മുഖത്ത് തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് കണ്ണാടിയിൽ ചെന്ന് കണ്ണാടിയിൽ നിന്ന് വീണ്ടും പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുഖം കണ്ണാടിയിൽ കാണുന്നത്. അപ്പൊ എന്താണ് പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ? അതായത് ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന ഒരു പ്രകാശരശ്മി ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടുമ്പോൾ ആ രശ്മിയെയാണ് നമ്മൾ എന്ത് പറയണത്? പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ടീച്ചറുടെ കയ്യിൽ ഇവിടെ ഒരു ലേസർ ടോർച്ചും ഉണ്ട്, ഒരു കണ്ണാടിയും ഉണ്ട്.
ഈ ലേസർ ടോർച്ചിലെ പ്രകാശം ടീച്ചർ കണ്ണാടിയിലേക്ക് പതിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് പക്ഷെ രശ്മി കാണുന്നില്ല, പക്ഷെ ഈ കണ്ണാടിയില് അത് ചുവപ്പ് നിറം കാണാണ്ട്. അപ്പൊ ഇതിനിടയിൽ കൂടെ ഈ പ്രകാശം സഞ്ചരിച്ചു. ഈ രശ്മിയാണ് നമ്മൾ എന്ത് പറയണത്? പതന രശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഈ പതന രശ്മി കണ്ണാടിയിൽ തട്ടിയാൽ എന്ത് സംഭവിക്കും? പ്രതിപതിക്കുമെന്ന് നമുക്കറിയാം. പ്രതിപതിച്ച് തിരിച്ചു വരുന്ന രശ്മിയാണ് നമ്മൾ പ്രതിപതന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഈ ലേസർ ടോർച്ചിൽ നിന്നും പ്രകാശരശ്മി ഈ കണ്ണാടിയിൽ പതിക്കുന്ന ഈ പോയിന്റില്ലേ, ഈ ബിന്ദു ചുവന്ന നിറത്തിൽ നിങ്ങൾക്ക് കാണാനുള്ള ഈ ബിന്ദുവിനെ നമ്മൾ പതന ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എന്താണ് പേര്? പതന ബിന്ദു അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന ബിന്ദുവിലേക്ക് നമ്മൾ പാരലലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ കുത്തനെ ലംബം വരയ്ക്കുകയാണ്. ഈ ലംബത്തിനെയാണ് നമ്മൾ നോർമൽ അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പതന രശ്മി എന്താണ്, പതന ബിന്ദു എന്താണ്, പ്രതിപതന രശ്മി എന്താണ്. അതായത് ഇൻസിഡന്റ് റേ, പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആൻഡ് റിഫ്ലക്റ്റഡ് റേ. പിന്നെ നാലാമതായി പറഞ്ഞത് ലംബവും നോർമലും എന്താണെന്ന് കൂടി പറഞ്ഞു. ഇനി എന്താണ് പതനകോൺ? നമ്മൾ പറഞ്ഞു പതന ബിന്ദുവിലേക്ക് നമ്മൾ വരയ്ക്കുന്ന വര, അതാണ് നോർമൽ അല്ലെങ്കിൽ ലംബം. ഈ ലംബത്തിനും പതനരശ്മിക്കും ഇടയിലുള്ള കോണാണ് പതനകോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ ലംബത്തിനും പ്രതിപതന രശ്മിക്കും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് റിഫ്ലക്ഷൻ. ഇനി ടീച്ചർ കാണിക്കുന്ന ഈ വീഡിയോ ഒന്ന് ശരിക്കും കാണൂ. ഈ പതനകോണും പ്രതിപതന കോണും എല്ലായ്പ്പോഴും തുല്യമാണെന്ന് നിങ്ങൾ നിങ്ങളുടെ 2ാമത്തെ അധ്യായത്തിലെ പരീക്ഷണത്തിലൂടെ ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ? അപ്പോ ഇത് ഒരേ കോണളവോ ആണോ എന്ന് കാണാനുള്ള പരീക്ഷണം ചെയ്യുന്ന സമയത്താണ് നമ്മൾ വെള്ളത്തില് പാലോ അല്ലെങ്കിൽ ഡെറ്റോളോ ഒഴിക്കുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പരീക്ഷണം ചെയ്യുമ്പോൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ റിസൾട്ട് നേരെ എന്താ വരിക? ഓപ്പോസിറ്റ് ആണ് വരിക. അപ്പൊ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ കൃത്യത പാലിക്കാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പ്രൊട്രാക്ടർ വേണം അല്ലേ നമുക്ക് കോണളക്കാൻ. പക്ഷേ നമ്മുടെ ഗണിതത്തിലെ പ്രൊട്രാക്ടർ പോലെ ലംബത്തിന്റെ അവിടെ 90 ഡിഗ്രിയിലല്ല നമ്മൾ പ്രൊട്രാക്ടർ വരയ്ക്കുക. അവിടെ നമ്മൾ 0 ഡിഗ്രിയാണ് വരിക. 0 ഡിഗ്രിയിൽ നിന്ന് വലത്തോട്ട് 10, 20, 30 വെച്ചിട്ട് ഡിഗ്രിയും ഇടത്തോട്ടും അതുപോലെ 10, 20, 30 വെച്ചിട്ട് ഡിഗ്രിയും മാർക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാവും അത്? നമ്മൾ എപ്പോഴും കോണളവ് നോക്കുന്നത് ലംബവും ഇൻസിഡന്റ് റേയും അല്ലെങ്കിൽ പതനരശ്മിയും കൂടിയാണ്, അല്ലെങ്കിൽ ലംബവും റിഫ്ലക്റ്റഡ് റേയും കൂടിയാണ്, അല്ലെങ്കിൽ ലംബവും പ്രതിപതന രശ്മിയും കൂടിയുള്ള കോണളവാണ് നോക്കുന്നത്. അപ്പൊ ലംബത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ എപ്പോഴും ലംബം എന്തായിട്ട് തന്നെ നിൽക്കണം? 0യിലാണ് നിൽക്കുക. അപ്പൊ ഈ പ്രൊട്രാക്ടറിന് തന്നെ നമ്മുടെ സാധാരണ ഗണിതത്തിൽ ഉപയോഗിക്കുന്ന പ്രൊട്രാക്ടറിൽ നിന്നും പ്രത്യേകതയുണ്ട്. പിന്നെ നമുക്ക് വേറൊരു കാര്യം വേണ്ടത് പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈൻ നമ്മുടെ ഏത് ഉറപ്പായിട്ടും വരണം? കണ്ണാടിയുടെ ഭാഗം കറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാവണം നമ്മൾ വെക്കേണ്ടത്. ഇനി നമ്മൾ റേസ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകാശരശ്മി പാസ് ചെയ്യുമ്പോൾ അത് എവിടെ പോയി തട്ടണം? ലംബം വന്ന് കണ്ണാടിയിൽ മുട്ടുന്ന ആ പോയിന്റിലേക്കാവണം നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് വായിക്കേണ്ടത്? പ്രകാശരശ്മി അടിച്ചു കൊടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് പ്രകാശരശ്മിയുടെ പതനകോണും പ്രതിപതന കോണും കറക്റ്റ് ആയിട്ട് അളന്നെടുക്കാൻ പറ്റുള്ളൂ.
ഇനി ടീച്ചർ ഇവിടെ കാണിച്ചു. ഞാൻ ഈ ലേസർ ടോർച്ചെന്ന് ലൈറ്റ് കണ്ണാടിയിലേക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ണാടിയിൽ വന്ന് തട്ടുന്ന ചുവന്ന നിറമല്ലാതെ രശ്മി പോകുന്ന വഴി കാണുന്നില്ല, ഇല്ലല്ലോ. എന്താണ് കാരണം? ഈ ലേസർ ടോർച്ചിനും കണ്ണാടിക്കും ഇടയിൽ ആരാ ഉള്ളത്? എയർ ആണല്ലേ. എയർ എന്ത് വസ്തുവാണ്? എന്താണ്? സുതാര്യ വസ്തുവാണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. സുതാര്യ വസ്തു ഒരിക്കലും പ്രകാശത്തെ എന്ത് ചെയ്യില്ല, റിഫ്ലക്റ്റ് ചെയ്യില്ല, പൂർണ്ണമായിട്ടും കടത്തിവിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം? കുറച്ചെങ്കിലും പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യണം, എന്നാലല്ലേ നമുക്ക് കാണുള്ളൂ. അപ്പൊ ഇതൊന്ന് നമ്മൾ അടിക്കുമ്പോ ഈ വായു പൂർണ്ണമായും പ്രകാശത്തെ കടത്തിവിടുന്ന കാരണം നമുക്ക് എന്ത് കാണുന്നില്ല? പ്രകാശരശ്മിയുടെ പാത കാണുന്നില്ല. ഇനി ടീച്ചർ നിങ്ങൾ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന പോലെ ഒരു ട്രാൻസ്പെറന്റ് ബോക്സും അതിലേക്ക് ഈ കണ്ണാടിയും വെച്ചു. ടീച്ചർ ഈ ട്രാൻസ്പെറന്റ് ബോക്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളവും എന്ത് വസ്തുവാണ് നമുക്കറിയാം? സുതാര്യ വസ്തുവാണ്. അപ്പൊ ടീച്ചർ ലേസർ ടോർച്ചിന്റെ പ്രകാശരശ്മി ഈ വെള്ളത്തിലൂടെ കടത്തിവിടുമ്പോ അപ്പോഴും നമുക്ക് പ്രകാശരശ്മിയുടെ പാത ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പുറത്ത് പോയി കണ്ണാടിയിൽ പോയി തട്ടുന്നത് കാണുന്നുണ്ട്, അല്ലേ? ഈ വെള്ളത്തിലേക്ക് ഒരു ഡ്രോപ്പ് ഡെറ്റോൾ ഒഴിക്കുകയാണ്. ഡെറ്റോൾ ഒഴിച്ചതിന് ശേഷം ടീച്ചർ ലേസർ ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ വെള്ളത്തിലൂടെ പോകുന്ന പ്രകാശരശ്മിയുടെ പാത നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനുണ്ട്, ഇല്ലേ? നമുക്കിനി നമ്മുടെ ഓപ്ഷനുകൾ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? പ്രകാശം നന്നായി പ്രതിപദിക്കാൻ. ടീച്ചർ ഈ ലേസർ ടോർച്ച് ഈ കണ്ണാടിയിലേക്ക് പതിപ്പിക്കുമ്പോൾ കണ്ണാടിയിൽ തട്ടി പ്രകാശം ഈ പേപ്പറിലേക്ക് നന്നായി പ്രതിപദിച്ചെത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ പോലും ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, വെള്ളത്തിലൂടെ പ്രകാശം കടന്നു പോവാൻ. അതിന് ഡെറ്റോൾ ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ആദ്യം പരീക്ഷണത്തില് വെള്ളത്തിലൂടെ ലേസർ ടോർച്ച് അടിച്ചപ്പോ പ്രകാശത്തിന്റെ പാത കണ്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ കണ്ണാടിയിൽ തട്ടുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, പ്രകാശത്തിന്റെ പാത വ്യക്തമായി കാണാൻ. അതിനെന്ത് വേണം? നമ്മൾ ഡെറ്റോൾ അല്ലെങ്കിൽ പാലല്ലെങ്കിൽ സോപ്പ് പൊടി എന്തെങ്കിലും ഒന്നിടണം. അങ്ങനെ വെള്ളത്തിനെ അർദ്ധധാര്യമാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? പ്രകാശത്തിന്റെ പാത കൃത്യമായി കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നാലാമത്തെ ഓപ്ഷനോ, പതന കോണും പ്രതിപതന കോണും തുല്യമാവുന്നതിന് വേണ്ടി. നമ്മൾ ഡെറ്റോളോ അല്ലെങ്കിൽ സോപ്പ് പൊടിയോ ഒഴിച്ചുകൊണ്ടാണോ പ്രതിപതന കോണും പതന കോണും തുല്യായത്? അല്ലല്ലോ. പതന കോണും പ്രതിപതന കോണും എല്ലായ്പ്പോഴും തുല്യം തന്നെയാണ്. പക്ഷെ അത് കൃത്യമായി അളന്നെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? പ്രകാശത്തിന്റെ പാത കാണേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ വെള്ളത്തില് എന്തൊഴിക്കുന്നത്? പാലോ ഡെറ്റോളോ അങ്ങനെയുള്ള വസ്തുക്കൾ ചേർത്ത് വെള്ളത്തെ അർദ്ധധാര്യമാക്കുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, പ്രകാശത്തിന്റെ പാത കൃത്യമായി കാണുന്നതിന്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം, അല്ലേ? എന്തായിരുന്നു 4ാമത്തെ ക്വസ്റ്റ്യൻ? നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ആംബുലൻസിന് മുന്നിൽ ആംബുലൻസ് എഴുതിയിരിക്കുന്നത് എഴുതിയ ആൾക്ക് സംഭവിച്ച തെറ്റാണെന്ന് നേഹ പറയുന്നു. എന്നാൽ ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ ഒരു സവിശേഷത പ്രയോജനപ്പെടുത്താൻ ആണെന്നാണ് അപർണയുടെ അഭിപ്രായം. ശരിയായ കാര്യം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും. ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായതുകൊണ്ട് മുൻപിലെ വാഹനങ്ങൾക്ക് പിന്നിലുള്ളത് ആംബുലൻസ് ആണെന്ന് മനസ്സിലാക്കാൻ. ഓപ്ഷൻ ബി, എഴുതിയ ആൾക്ക് തെറ്റ് പറ്റിയതുകൊണ്ട്. ഓപ്ഷൻ സി, ദർപ്പണങ്ങൾ മിഥ്യാപ്രതിബിംബം രൂപപ്പെടുത്തുന്നതിനാൽ മുൻപിലെ വാഹനങ്ങൾക്ക് ആംബുലൻസ് ആണ് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ.
ഓപ്ഷൻ ഡി, പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിക്കുമെന്നതിനാൽ മുന്നിലെ വാഹനങ്ങൾക്ക് ആംബുലൻസ് ആണ് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ. നേഹ says that the writing the ambulance in front of the ambulance is a mistake made by the person who wrote it. But Abarna is of the opinion that it is one feature of the image formed in the mirror is to be used. Which one is correct? Options. Since the distance between the object and the mirror is equal to the distance between the mirror and the image, it is important to understand that the ambulance is behind the vehicles in front. Option B, the writer made a mistake. Option C, the mirrors form a virtual image so that the ambulance is behind the vehicles in front. Option D, to understand that the ambulance is behind the vehicles in front, as the image will cause lateral inversion. അപ്പോൾ ഓപ്ഷൻസ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാണ് എന്നതിലേക്ക് പോകുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഈ സമതല ദർപ്പണങ്ങളിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബങ്ങളുടെ ചില പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. We can go through the peculiarities of images formed in a plane mirror. എന്താണ് സമതല ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്? ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. എ മിറർ വിത്ത് എ പ്ലെയിൻ സർഫസ് ഈസ് കോൾഡ് എ പ്ലെയിൻ മിറർ. ഇനി നമുക്ക് സമതല ദർപ്പണങ്ങളിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബങ്ങളുടെ ചില പ്രത്യേകതകൾ ഒന്ന് നോക്കാം. We can go through the peculiarities of images formed in a plane mirror. ഇനി സ്ക്രീനിൽ കാണുന്ന ചില ചിത്രങ്ങളൊന്ന് നോക്കാം. അതിൽ സമതല ദർപ്പണങ്ങളിൽ അഥവാ പ്ലെയിൻ മിറേഴ്സിൽ ഉണ്ടാകുന്ന ചില പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകൾ അഥവാ ഇമേജസിന്റെ പെക്യൂലിയാരിറ്റീസ് ആണ് കാണിക്കുന്നത്. ചിത്രങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചല്ലോ അല്ലേ? എന്ത് പ്രത്യേകതയാണ് നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞത്? അതായത് നമ്മുടെ ഇടതുഭാഗം അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന ഏതൊരു വസ്തുവിൻ്റെയും ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായിട്ടും കാണപ്പെടുന്നുണ്ട് ഇല്ലേ? ഇപ്രകാരം പ്രതിബിംബങ്ങളിൽ അവയുടെ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്ന പ്രത്യേകതയാണ് നമ്മൾ പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ലിസൺ. Our left side seems to be right side of the image and our right side seems to be left side of the image. This type of shift of the lateral side of the images in opposite direction is called lateral inversion. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ചിത്രങ്ങളും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച പ്രത്യേകതയായ പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേഷൻ ഇവ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഏകദേശം ഉത്തരത്തിലേക്ക് എത്തിക്കാണും അല്ലേ? അതിനു മുന്നേ നമുക്ക് റൂട്ടിലേക്കൊന്ന് പോകാം. ഇപ്പോൾ പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേഷൻ എന്ന പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് ആംബുലൻസിലേക്കൊന്ന് പോകാം. എല്ലാവരും സ്ക്രീനിലേക്കൊന്ന് നോക്കുക. ആംബുലൻസിൻ്റെ ചിത്രം സ്ക്രീനിൽ കാണാം. എങ്ങനെയാണ് അതിൽ ആംബുലൻസ് എന്ന് എഴുതിയിട്ടുള്ളത്? സാധാരണ എഴുതുന്നതിൽ നിന്നും വ്യത്യസ്തമായി വലത്ത് നിന്നും ഇടത്തോട്ട് തിരിച്ചാണ് നമ്മൾ ആംബുലൻസ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് 2-3 ചിത്രങ്ങളിൽ കൂടി ഒന്ന് പോയി നോക്കാം. അതിലെ ആദ്യത്തെ ചിത്രത്തിൽ നമ്മൾ ആംബുലൻസ് എന്ന് കറക്റ്റ് എഴുതിയിട്ട് അത് ഒരു ദർപ്പണത്തിന് മുന്നിൽ വെച്ചാൽ അഥവാ ഒരു പ്ലെയിൻ മിററിന് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പ്രതിബിംബം അഥവാ ഇമേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ
അതായത് നമ്മൾ ആംബുലൻസ് എന്ന് നേരെ തിരിച്ചെഴുതി കഴിഞ്ഞാൽ അത് ദർപ്പണത്തിൽ അഥവാ പ്ലെയിൻ മിറേഴ്സിൽ ഉണ്ടാകുന്ന ഇമേജ് അഥവാ പ്രതിബിംബം എങ്ങനെയുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇതുകൂടാതെ ഒരു ചിത്രം കൂടിയുണ്ട്. അതിലെന്താണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ, മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർക്ക് തൻ്റെ വാഹനത്തിലെ ദർപ്പണത്തിലൂടെ അഥവാ റിയർ വ്യൂ മിറേഴ്സിലൂടെ പിന്നിലുള്ള ആംബുലൻസ് എങ്ങനെയാണ് കാണുന്നത് എന്നുമാണ്. എന്താണ് ഒരു ആംബുലൻസിൻ്റെ പ്രത്യേകത? ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എത്തേണ്ട സമയത്ത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായി എത്തണം, അല്ലേ? അതിനായി ഒരു ആംബുലൻസ് റോഡിലൂടെ പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ പോകുന്ന വാഹനങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് ഒതുങ്ങിക്കൊടുക്കുകയും കൃത്യമായി ആംബുലൻസിനെ വഴിയൊരുക്കി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? അപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വാഹനത്തിലെ ഡ്രൈവർക്ക് തൻ്റെ പിന്നിലുള്ള പിന്നിലൂടെ വരുന്നത് ആംബുലൻസ് ആണെന്ന് എത്ര ദൂരത്തായാലും മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ തൻ്റെ വാഹനത്തിലെ കണ്ണാടിയിൽ നോക്കിയാണ്, അഥവാ റിയർ വ്യൂ മിറേഴ്സിലൂടെ നോക്കിയാണ് ആംബുലൻസ് എന്ന് വായിക്കുന്നത്. കണ്ണാടിയിൽ ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം അഥവാ ഇമേജ് പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേഷൻ മൂലം ഇടം വലം തിരിഞ്ഞാണ് കാണപ്പെടുന്നത്. കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ ആംബുലൻസ് എന്ന് വളരെ കൃത്യമായി വായിക്കാനാണ് ആംബുലൻസുകളിൽ വലത്തുനിന്ന് ഇടത്തോട്ട് ആംബുലൻസ് എന്ന് തിരിച്ചെഴുതുന്നത്. അപ്പോൾ ആ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മളുടെ ആൻസറിലേക്ക് കടക്കാം, അല്ലേ? എന്തായിരുന്നു ഓപ്ഷൻസ്? ആദ്യത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞത്? വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും തുല്യമായത് കൊണ്ടാണോ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അല്ല. അപ്പം ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് നോക്കുക. അതായത് ആ എഴുതിയ ആൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. ആണോ? അതുമല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? അതായത് ദർപ്പണങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിബിംബം അഥവാ ഇമേജ് മിഥ്യാ പ്രതിബിംബം അഥവാ വിർച്വൽ ഇമേജ് ആയതുകൊണ്ടാണ് എന്നാണ്. അതാണോ? അതുമല്ല ആൻസർ. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ഡി ഓപ്ഷൻ എന്താണ് പറയുന്നത്? അതായത് ദർപ്പണങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ അഥവാ ഇമേജസിൻ്റെ ലാറ്ററൽ ഇൻവേഷൻ അഥവാ പാർശ്വിക വിപര്യം എന്ന പ്രത്യേകത പ്രയോജനപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ്. അതാണ് അപ്പോൾ കറക്റ്റ് ആൻസർ, അല്ലേ? അപ്പോൾ സമതല ദർപ്പണത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ഒരു സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ അഥവാ ഇമേജസിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. അതിനായിട്ട് പല സൈസിലും പല കളറിലും ഷേപ്പിലുമുള്ള 2-3 ഒബ്ജക്ട്സ് ഒരു പ്ലെയിൻ മിററിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ളതാണ് ചിത്രത്തിൽ കാണുന്നത്. ആ പ്രതിബിംബങ്ങൾക്ക് അഥവാ ഇമേജസിന് യഥാർത്ഥ വസ്തുക്കളുമായിട്ട് സൈസിലോ ഷേപ്പിലോ കളറിലോ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അല്ലേ? അതായത് ഒരു വസ്തുവിൻ്റെ നിറം, വലിപ്പം, ആകൃതി എന്നിവ തന്നെയാണ് പ്രതിബിംബത്തിനും ഉള്ളത്. The size, shape and color of the image is same as that of the object. ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകതയിലേക്ക് പോകാം. അതായത് നിങ്ങളൊരു പ്ലെയിൻ മിററിൻ്റെ അഥവാ സമതല ദർപ്പണത്തിൻ്റെ മുന്നിലൊന്ന് പോയി നിൽക്കുക. എന്നിട്ട് ഒരല്പം പുറകോട്ട് നമ്മൾ നീങ്ങുക. നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? മിററിൽ ഉണ്ടാകുന്ന ഇമേജ് അഥവാ പ്രതിബിംബം നമ്മൾ പുറകോട്ട് നീങ്ങുന്നതിനനുസരിച്ച് പുറകോട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലേ? അതായത് ഒരു വസ്തുവിൻ്റെ അകലം കൂടുന്നതിനനുസരിച്ച് ആ മിററിൽ അഥവാ ദർപ്പണത്തിൽ ഉണ്ടാകുന്ന ഇമേജിൻ്റെ അകലവും കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഇതുകൂടാതെ ഒരു സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബം ഒരിക്കലും യഥാർത്ഥമായിരിക്കില്ല. അതെന്ത് പ്രതിബിംബമായിരിക്കും? മിഥ്യാ പ്രതിബിംബമായിരിക്കും. The images formed in a plane mirror is always virtual. ഇപ്പോൾ നമ്മൾ ഒരു സമതല ദർപ്പണത്തിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളിലൂടെ പോയി കഴിഞ്ഞു, ഇല്ലേ? Peculiarities about the images formed in a plane mirror. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സവിശേഷതകളിൽ നിന്നെല്ലാം കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.
മക്കളെ ഗുഡ് ഈവനിങ്. ഇന്ന് രാവിലെ തന്ന 5 ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും നിങ്ങൾ കേട്ടു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം പരിചയപ്പെടാം. 5ാമത്തെ ചോദ്യം, വ്യത്യസ്ത തരം ദർപ്പണങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരേ വസ്തുവിന്റെ പ്രതിബിംബങ്ങളാണ് ചിത്രങ്ങളിൽ കാണുന്നത്. ഇവയുടെ ശരിയായ ക്രമം ഏത്? The image shows the reflections of the same objects formed by different types of mirrors, which are in the correct order. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. 4 ഓപ്ഷൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, 3 വ്യത്യസ്ത തരം കണ്ണാടികളുടെ പേരുകൾ ക്രമം തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇവയുടെ ശരിയായ ക്രമം ഏത് എന്നാണ് ചോദ്യം. ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 3 തരം കണ്ണാടികളെ നമുക്കൊന്ന് പരിചയപ്പെടണം. അവയിൽ പ്രതിബിംബങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കണം. അതിനുശേഷം നമുക്ക് ഉത്തരം പറയാം. അപ്പോൾ ഒന്നാമത്തെ സമതല ദർപ്പണം. അഥവാ പ്ലെയിൻ മിറർ. പ്രതിപതന തലം നിരപ്പായ ദർപ്പണങ്ങളാണ് സമതല ദർപ്പണങ്ങൾ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പ്ലെയിൻ മിറർ. വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദി സൈസ് ഓഫ് ദി ഇമേജ് ആൻഡ് ഒബ്ജക്റ്റ് ആർ ഈക്വൽ. പിന്നെയോ പാർശ്വിക വിപര്യം സംഭവിക്കുന്നു. ലാറ്ററൽ ഇൻവേർഷൻ ഒക്കേഴ്സ്. പിന്നെ കണ്ണാടിയിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമാണ്. ദി ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ദി ഒബ്ജക്റ്റ് ആൻഡ് ഇമേജ് ആർ ഈക്വൽ. മിഥ്യാ പ്രതിബിംബമാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്നത്. വെർച്വൽ ഇമേജ് ഈസ് ഫോംഡ് ഇൻ പ്ലെയിൻ മിറർ. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുത്തുന്ന പ്രതിബിംബങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. ഇത് നിങ്ങൾ 4ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. ടീച്ചർ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് 2ാമത്തെ കണ്ണാടി പരിചയപ്പെടാം. ഉത്തല ദർപ്പണം. 2ാമത്തെ ഉത്തല ദർപ്പണം അഥവാ കോൺവെക്സ് മിറർ. പ്രതിപതന തലം പുറത്തേക്ക് വളഞ്ഞ തരം കണ്ണാടികളാണ് ഉത്തല ദർപ്പണങ്ങൾ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ് ഈസ് ഇൻ കോൺവെക്സ് മിറർ. വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് ഉത്തരദർപ്പണത്തിൽ രൂപപ്പെടുന്നത്. നമ്മൾ ഏത് വസ്തു ഉത്തരദർപ്പണത്തിൽ നോക്കിക്കഴിഞ്ഞാലും അത് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. ദി സൈസ് ഓഫ് ദി ഇമേജ് ഈസ് സ്മോളർ ദാൻ ദി ഒബ്ജക്റ്റ്. പിന്നെ പാർശ്വിക വിപര്യം സംഭവിക്കുന്നുണ്ട്. ലാറ്ററൽ ഇൻവേർഷൻ ഒക്കേഴ്സ് ഓൾസോ ഇൻ കോൺവെക്സ് മിറർ. പിന്നെ കണ്ണാടിയിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും കണ്ണാടിയിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും വ്യത്യസ്തമാണ്, തുല്യമല്ല. The distance from the mirror to the object and the image is different. പിന്നെ virtual image is formed in convex mirror. മിഥ്യാ പ്രതിബിംബമാണ് ഉത്തരദർപ്പണത്തിലും രൂപപ്പെടുന്നത്. അതായത് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബം. മൂന്നാമത്തെ അവതല ദർപ്പണം അഥവാ കോൺകേവ് മിറർ. പ്രതിപതന തലം അകത്തേക്ക് വളഞ്ഞ തരം കണ്ണാടികളാണ് ഇവ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ് ഇൻ കോൺകേവ് മിറർ. പിന്നെ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമാണ് അവതല ദർപ്പണത്തിൽ രൂപപ്പെടുന്നത്. ദ ഇമേജ് സൈസ് ഈസ് ബിഗർ ദാൻ ദി ഒബ്ജക്റ്റ്. പിന്നെയോ പാർശ്വിക വിപര്യം സംഭവിക്കുന്നുണ്ട്. ലാറ്ററൽ ഇൻവേർഷൻ ഒക്കേഴ്സ്. പിന്നെ കണ്ണാടിയിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമല്ല, വ്യത്യാസമുണ്ട്. The distance from the mirror to the object and image are different.
യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുത്താൻ അവതല ദർപ്പണത്തിന് കഴിയും. എന്താ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. അവതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും. പിന്നെ വെർച്വൽ ഇമേജും അവതല ദർപ്പണങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. മിഥ്യാപ്രതിബിംബവും അവതല ദർപ്പണങ്ങളിൽ രൂപപ്പെടുന്നുണ്ട്. എപ്പോഴാണ് മിഥ്യാപ്രതിബിംബം രൂപപ്പെടുന്നത്, എപ്പോഴാണ് യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുത്താൻ അവതല ദർപ്പണത്തിന് കഴിയും. ഈ കോൺവെക്സ് മിററും കോൺകേവ് മിററും ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്നതിനാൽ ഇവയെ ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് കൂടി പറയാറുണ്ട്. ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ്. അപ്പോൾ 3 തരം കണ്ണാടികളും അവയിൽ പ്രതിബിംബം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പ്ലെയിൻ മിറർ, വസ്തുവിൻ്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബം. 2 കോൺവെക്സ് മിറർ, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം. 3 കോൺകേവ് മിറർ, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം. അപ്പോൾ ഈ 3 തരം കണ്ണാടികളുടെയും പ്രതിബിംബം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട വലിപ്പ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? നമുക്ക് ചോദ്യത്തിലോട്ടൊന്ന് പോകാം. എന്തായിരുന്നു ചോദ്യം? ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രതിബിംബം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് 3 കണ്ണാടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ദർപ്പണം 1-ൽ വസ്തുവിന്റെ അതേ വലിപ്പമുള്ള പ്രതിബിംബമായിരുന്നു. ദർപ്പണം 2-ൽ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമായിരുന്നു. ദർപ്പണം 3-ൽ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു സമതല ദർപ്പണത്തിൽ അതേ വലിപ്പമുള്ള പ്രതിബിംബം. അപ്പോൾ ദർപ്പണം 1 സമതല ദർപ്പണം അല്ലേ? ഇനി അവതല ദർപ്പണത്തിൽ വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം, അപ്പോൾ 2ാമത്തെ അവതല ദർപ്പണം. 3ാമത്തെ വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് ചിത്രത്തിൽ കാണുന്നത്, അപ്പോൾ അത് ഉത്തല ദർപ്പണം. അപ്പോൾ ഏതാ ശരിയായ ഓപ്ഷൻ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ടീച്ചർ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ 3 തരം കണ്ണാടികളും നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ പ്ലെയിൻ മിറർ നമുക്കറിയാം, മുഖം നോക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ആവർത്തന പ്രതിപതനം കാണിക്കുന്ന ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ പ്ലെയിൻ മിറേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉത്തര ദർപ്പണം നമ്മൾ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഡ്രൈവർക്ക് പിന്നിലെ വാഹനങ്ങൾ വ്യക്തമായി കണ്ണാടിയിൽ കാണാൻ വേണ്ടി, കൂടുതൽ വിസ്തൃതിയോടെ പ്രതിബിംബം ദൃശ്യമാവാൻ വേണ്ടി ഉത്തല ദർപ്പണങ്ങൾ അല്ലെങ്കിൽ കോൺവെക്സ് മിറേഴ്സ് ആണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ കോൺകേവ് മിറർ അല്ലെങ്കിൽ അവതല ദർപ്പണം നമ്മൾ ഷേവിംഗ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ടോർച്ചിലെ റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പല്ല് ഡോക്ടർമാർ നമ്മുടെ പല്ലിലെ കേടുപാടുകളൊക്കെ കൃത്യമായി കാണാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നതും ഈ കോൺകേവ് മിററാണ്. അപ്പോൾ ഈ 3 തരം കണ്ണാടികളും ഉപയോഗിക്കുന്ന വ്യത്യസ്ത സന്ദർഭങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റായ പ്രകാശ വിസ്മയങ്ങൾ അഥവാ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്തെ 5 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞു, വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 1ാമത്തെ യൂണിറ്റിൽ നിന്നും പരമാവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെട്ടിരുന്നു. ഇനി 1ാമത്തെ യൂണിറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. അതിന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതോടൊപ്പം നിങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകണം. അങ്ങനെ ഓരോ ദിവസവും
ദിവസത്തെയും പ്രവർത്തനങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുകയും ചെയ്തു തീർക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ.